നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താ ഉണ്ടായത്? ധനുഷിനിപ്പോ എങ്ങനെയുണ്ട്? ധനുഷിനെ ആക്രമിച്ചിട്ട് ആരോ പണം തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതാ. എന്നിട്ട് ആ പണം എവിടെ? അത്രയൊക്കെ സംഭവിച്ചിട്ടും അവൻ പണം നഷ്ടപ്പെടുത്തിയില്ല. പാവം, അവൻ എല്ലാരും കൂടെ എത്ര തവണ കുറ്റപ്പെടുത്തി. ആ പണം കൊണ്ട് അവൻ കടന്നു കളഞ്ഞെന്നവരെ പറഞ്ഞു. എനിക്കും ആദ്യം സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഹോസ്പിറ്റലിൽ ചെന്ന് കണ്ടപ്പോഴേ വിശ്വാസമായത്. പണം കൊടുക്കാനുള്ള ആൾക്ക് കൊടുക്കുകയും ചെയ്തു. ആ പണം അല്ലാതെ കൊടുക്കാൻ കഴിയാഞ്ഞിട്ടല്ലോ, അവന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ താൻ അവന്റെ കൈ കൊടുത്തയച്ചത്. എനിക്കത് മനസ്സിലായിട്ടില്ലെന്നാണ് താൻ വിചാരിച്ചത്? അതെ, അവനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി തന്നെ ഞാൻ അത്രയും പണം അവന്റെ കൈ കൊടുത്തയച്ചത്. പക്ഷേ എന്റെ പരീക്ഷയിൽ അവൻ പാസ്സായി. അവന്റെ കയ്യിൽ നിന്ന് ആ പണം നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ താൻ അവനെ വിശ്വസിക്കായിരുന്നു? സച്ചേട്ടാ, ഒരാള് പണം മോഷ്ടിച്ചിട്ട് അത് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതും സ്വാഭാവികമായി അയാളുടെ കയ്യിൽ നിന്ന് പണം നഷ്ടപ്പെടുമ്പോഴുണ്ടാവുന്ന സങ്കടവും നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ധനുഷ് എന്റെ കയ്യില് ആ പണം എടുത്തു തരുന്നതിന് മുൻപ് തന്നെ എനിക്ക് ആ കാര്യം മനസ്സിലായി. അവൻ പറഞ്ഞത് സത്യമാണെന്ന്. അപ്പോ അവൻ വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണല്ലേ? അടിസ്ഥാനപരമായി ധനുഷ് ഇപ്പൊ നല്ല സ്വഭാവക്കാരനാ. പക്ഷേ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതും കൂടി അവന്റെ ജീവിതത്തിൽ നിന്ന് മാറിയ പൂർണ്ണമായും അവൻ നല്ലവനാവും. അതെന്താ അങ്ങനൊരു പ്രശ്നം? അതൊക്കെയുണ്ട്. സമയാവട്ടെ, ഞാൻ പറയാം. സച്ചേടാ, അച്ഛൻ വിളിക്കുന്നു. എന്നെയോ? ഞാൻ അല്പം മുമ്പ് അച്ഛനോട് സംസാരിച്ചാണല്ലോ. പിന്നെന്താ ഇപ്പോ? ഒരാളെ മാത്രമല്ല, എല്ലാരും വിളിച്ചിട്ടുണ്ട്. എന്താ പ്രശ്നം? എന്തിനാ ഇപ്പൊ എല്ലാവരും വിളിക്കുന്നേ? അതെനിക്കറിയില്ല, പക്ഷേ അച്ഛനെന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ആ തീരുമാനം എല്ലാവരെയും അറിയിക്കാൻ വേണ്ടി തന്നെ ആവണം ഈ മീറ്റിംഗ്. വേഗം വാ. നേരത്തെ കണ്ടപ്പോ അച്ഛനൊന്നും പറഞ്ഞില്ലല്ലോ. എന്തായിരിക്കും അച്ഛന്റെ പ്ലാൻ? അതെങ്ങനെ എനിക്കറിയാം. എന്തായാലും വാ, പോയി നോക്കാം. അച്ഛനെന്നെ വരാൻ പറഞ്ഞു. സ്നേഹയും ധനുഷും കൂടി വരട്ടെ, എന്നിട്ട് പറയാം. ഞങ്ങളോട് എന്തെങ്കിലും പറയാനാണെങ്കിൽ അവര് വരുന്നതുവരെ കാത്തിരിക്കേണ്ട കാര്യം എന്താ? അച്ഛനെ പറഞ്ഞുകൂടെ? ഇത് എല്ലാവരും അറിയേണ്ട കാര്യമാണ്. ഓ, അവർക്ക് വേണ്ടി മറ്റുള്ളവരെ കാത്തു നിൽക്കണം പോലും. അതിന് മാത്രം എന്ത് വലിയ തീരുമാനമാണാവോ എടുക്കാൻ പോകുന്നത്? അച്ഛൻ ഇതിന് വരാൻ പറഞ്ഞ കാര്യമുണ്ട് മോളെ. എന്റെ റൂമിലെ മേശപ്പുറത്തൊരു കവർ ഇരിപ്പുണ്ട്, അതിങ്ങെടുത്തോണ്ട് വാ. അത് ശരി. അപ്പൊ ഇവളും കൂടി അറിഞ്ഞുകൊണ്ടുള്ള കളിയാണിത്. അതോ ഇത് ഇവളുടെ പ്ലാനാണോ? എന്തായാലും ഇത് സ്നേഹയ്ക്കും ധനുഷിനും വേണ്ടിയുള്ള എന്തോ കാര്യമാണ്. ഇല്ലെങ്കിൽ പിന്നെ അവർക്ക് വേണ്ടി കാത്തിരിക്കാൻ പറയില്ലല്ലോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.